ഒക്ടോബർ 21 വിശുദ്ധ ഉർസുലായും ധീരരായ കൂട്ടുകാരും. കേൾക്കാം. അപ്പോ ആരായിരുന്നു ഈ വിശുദ്ധ ഉർസുല? 4-ാം നൂറ്റാണ്ടിലെ ഒരു ബ്രിട്ടീഷ് രാജകുമാരിയായിരുന്നു ഉർസുല. ദൈവത്തിലുള്ള നല്ല ഉറച്ച വിശ്വാസവും പിന്നെ ആത്മാർത്ഥമായ കൂട്ടുകെട്ടുകളും അതായിരുന്നു അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ശക്തി. വിശ്വാസത്തിനു വേണ്ടി അവളോടൊപ്പം നിന്ന ഏകദേശം 11,000 യുവതികൾ, അവരാണ് ഉർസുലയുടെ ധീരരായ കൂട്ടുകാർ. അവളുടെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ക്രിസ്തുവിനു വേണ്ടി മാത്രം ജീവിക്കാൻ ഉർസുല രഹസ്യമായിട്ട് തീരുമാനിച്ചിരുന്നു. പക്ഷേ ഒരു വിജാതീയ രാജകുമാരൻ കല്യാണം ആലോചിച്ചപ്പോ ഒരു യുദ്ധം ഒഴിവാക്കാനും അതേസമയം തന്റെ തീരുമാനം സംരക്ഷിക്കാനും അവൾക്കൊരു ഐഡിയ തോന്നി. 2. കല്യാണത്തിനു മുൻപ് റോമിലേക്കൊരു തീർത്ഥാടനം പോകണം. കൂടെ 11,000 കന്യകമാരും സംരക്ഷകരായി വേണം എന്നായിരുന്നു ആവശ്യം. സത്യത്തിൽ കല്യാണം നീട്ടിക്കൊണ്ടു പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ സംഭവിച്ചത് വേറൊന്നാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് യുവതികൾ ആ യാത്രയിൽ കൂടെ ചേർന്നു. അതൊരു വലിയ വിശ്വാസ യുവജന കൂട്ടായ്മയായി മാറി. 3. തീർത്ഥാടനം കഴിഞ്ഞ് ജർമ്മനിയിലെ കൊളോണിൽ അവര് തിരിച്ചെത്തിയപ്പോ ഹൂണന്മാർ എന്ന അക്രമാസക്തരായ ഒരു കൂട്ടർ അവരെ പിടികൂടി. വിശ്വാസം ഉപേക്ഷിക്കാൻ പറഞ്ഞു. പക്ഷേ ഉർസുലയും കൂട്ടുകാരികളും ഒട്ടും പേടിച്ചില്ല. ധൈര്യത്തോടെ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിന്റെ കൂട്ടുകാരാണ്, മരണം വരെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ ഉപേക്ഷിക്കില്ല. അവസാനം ഹൂണന്മാർ എല്ലാവരെയും ക്രൂരമായി കൊന്നുകളഞ്ഞു. അവരുടെ നേതാവിന് ഉർസുലയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവൾ സമ്മതിച്ചില്ല. ദേഷ്യം വന്ന അയാൾ അവളെ അമ്പെയ്ത് കൊല്ലുകയായിരുന്നു. അങ്ങനെ വിശ്വാസത്തിനും സൗഹൃദത്തിനും വേണ്ടി ജീവൻ കൊടുത്ത വിശുദ്ധ ഉർസുലായും കൂട്ടുകാരും ധൈര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പ്രതീകമായി മാറി. വിശുദ്ധ ഉർസുല, ധീരരായ കൂട്ടുകാരികളെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ സൗഹൃദങ്ങളിലും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ വിശ്വസ്തരായി നിൽക്കാൻ ഞങ്ങൾക്ക് ധൈര്യം തരണമേ. ആമേൻ.